സർവകലാശാല ബില്ലിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചു. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബിൽ ഉൾപ്പെടെ 3 ബില്ലുകളാണ് തടഞ്ഞുവെച്ചത്. യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ഉൾപ്പെടെ 3 ബില്ലുകൾക്കാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കം ചെയ്യുന്ന ബില്ല്, സെർച്ച് കമ്മിറ്റി ഘടന മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സർവകലാശാല നിയമ ഭേദഗതി ബില്ല്, സാങ്കേതിക സർവകലാശാല അപ്പലേറ്റ് അധികാരവുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണൽ ബിൽ തുടങ്ങിയവയ്ക്കാണ് രാഷ്ട്രപതി അംഗീകാരം നിഷേധിച്ചത്. വിവാദമായ സർവകലാശാല ഭേദഗതി ബിൽ 2022 കേരള നിയമസഭ പാസാക്കിയിരുന്നു. ഈ ബില്ലുകൾക്ക് ഗവർണർ അനുമതി നൽകിയിരുന്നില്ല. തുടർന്ന് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. അംഗങ്ങളുടെ എണ്ണത്തിലും VC സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ഘടനയിലും മാറ്റം വരുത്തുകയും അവരുടെ നിയമനത്തിൽ ഗവർണറുടെ മേൽക്കൈ ഫലത്തിൽ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് പുതിയ ബില്ല് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചാൻസലറുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്ന ബില്ലിന് അംഗീകാരം ലഭിക്കാതെ ആയതോടെ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടിയായി മാറി. ജനം, തിരുവനന്തപുരം.